ദേവഗേതക്കോട്ട എന്ന മഹാക്ഷേത്ര സമുച്ചയത്തെ ഉപാസിച്ചു കഴിയുന്ന ഇവിടുത്തെ സജ്ജനങ്ങൾക്ക് ഇത് ധന്യമായൊരു മുഹൂർത്തം. ഒരു വർഷത്തെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം മേക്കോട്ട താലപ്പൊലി. അത്രമാത്രം ഓരോ ഭക്തഹൃദയത്തിലും അലിഞ്ഞു നിൽക്കുന്നു ഈ സുദിനം. താലപ്പൊലി ഉത്സവത്തിന് മുന്നോടിയായി പുനഃപ്രതിഷ്ഠയോടുകൂടി നടന്ന നവീകരണ കലശത്തോടെ അമ്മയുടെ ചൈതന്യം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഭക്തിസാന്ദ്രവും താലപ്പൊലി ദിവസമായി ഇന്ന് അമ്മയുടെ ചൈതന്യം അതിന്റെ പരമകോടിയിലാണ്. വളരെ കാലത്തെ ചിന്തയ്ക്ക് ശേഷം, ആലോചനയ്ക്ക് ശേഷം ഓരോ വ്യാഴവട്ടത്തിലും ചൈതന്യവർദ്ധന ആവശ്യമായ കലശാദി കർമ്മങ്ങൾ ചെയ്യേണ്ട ചടങ്ങ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലമായി ഈ 2 ക്ഷേത്രങ്ങളിലും നടത്താൻ എന്തുകൊണ്ടോ നമുക്ക് സാധിച്ചില്ല. ഒരു ജന്മപുണ്യമെന്നോണം നമ്മുടെ ഈ തലമുറയ്ക്കാണ് ആ മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെ അമ്മയുടെ കാരുണ്യത്തിനും അയ്യന്റെ കാരുണ്യത്തിനും നമ്മൾ ഓരോരുത്തരും എത്രമാത്രം പാത്രീഭവിച്ചു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈശ്വരാധീനമായി കാണാൻ. ഇന്ന് കഴിഞ്ഞ 15-ാം തീയതി തുടങ്ങിയ കലശ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം മേക്കോട്ടെ അമ്മയുടെയും അയ്യന്റെയും ചൈതന്യവർദ്ധനു ശേഷം നടക്കുന്ന ഈ താലപ്പൊലി മഹോത്സവം ഉത്സവാഘോഷ കമ്മിറ്റിയും ക്ഷേത്ര സംരക്ഷണ സമിതിയും ദേവസ്വവും മാതൃസമിതിയും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട്, നാട്ടുകാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് വലിയ മുന്നൊരുക്കത്തിലാണ് ഈ ഉത്സവം ആഘോഷിക്കുവാൻ തീരുമാനിച്ചതും അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും. അതിൽ ഏറ്റവും മുഖ്യമായ കാര്യം നവീകരണം എന്ന് പറഞ്ഞതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആയിരിക്കണമെന്ന് കലശം ഉത്സവാഘോഷ കമ്മിറ്റി തീരുമാനിക്കുകയും അമ്മയുടെ ശ്രീലകം ഇനി അടുത്ത ഒരു 50 വർഷത്തേക്കെങ്കിലും യാതൊരുവിധ നിർമ്മാണ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും അവശേഷിക്കാത്ത രീതിയിൽ ഭംഗിയായി അവസാനിക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയും സജ്ജനങ്ങളായ സുമനസ്സുകളായ ഈ തട്ടകത്തിലെയും പരിസര പ്രദേശത്തിലെയും ജനങ്ങളുമായി സംവേദിക്കുകയും ബന്ധപ്പെടുകയും അവരുടെ കൂടി സഹകരണത്തോടു കൂടി അതിന്റെ പൂർണ്ണമായ പരിസമാപ്തിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് അമ്മയുടെ ശ്രീലകം മനോഹരമായ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി പ്രോജ്വലിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഉത്സവാഘോഷ കമ്മിറ്റിക്കും ക്ഷേത്ര സംരക്ഷണ സമിതിക്കും ദേവസ്വത്തിനും അതുപോലെ തന്നെ മാതൃസമിതിക്കും ഒരുമയോടുകൂടി, ഒരു വാക്ക് പറഞ്ഞാൽ കുറഞ്ഞ ഒരു അഭിമാനത്തോടുകൂടി ആ ക്ഷേത്ര സമുച്ചയത്തെ കാണുമ്പോൾ നമുക്കതിനെ ചിന്തിക്കാം. അതിന് നമ്മൾക്ക് ഏവർക്കും ശക്തി തന്ന ആ ദിവ്യ ചൈതന്യത്തെ മനസ്സാ പ്രാർത്ഥനയോടുകൂടി നമിക്കുകയാണ്. കൂടുതൽ വലിച്ചു നീട്ടുള്ള ആവശ്യമില്ല. ഈ ക്ഷേത്ര താലപ്പൊലി മഹോത്സവത്തിന്റെ സർവവിധ പ്രൗഢിയോടുകൂടി നടത്തണമെന്ന് ആലോചിച്ച് മുന്നോട്ട് പോയ പരിപാടികൾ, അതിൽ പ്രധാനമായും ആഘോഷത്തിന്റെ, നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനമായ കരിമരുന്ന് പ്രയോഗം കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി, കൃത്യമായി പറഞ്ഞാൽ നിയമാനുസൃതമായ അനുമതി ഇല്ലാതെ തന്നെയായിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. എന്നാൽ ഈ പ്രാവശ്യം അത് പൂർണ്ണതോതിൽ ആ കരിമരുന്ന് പ്രയോഗം ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയോടുകൂടി നടത്തണമെന്നുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോയപ്പോൾ ബഹുമാന്യനായ നമ്മുടെ കലശം ഉത്സവാഘോഷ കമ്മിറ്റി ചെയർമാൻ സർവശ്രീ ഋഷികേഷ് കുമാറിന്റെയും അതുപോലെ തന്നെ ക്ഷേത്ര സംരക്ഷണ ഭാരവാഹികളുടെയും അശ്രാന്തമായ പരിശ്രമം കാരണം അത് നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ തരുണത്തിൽ അഭിമാനിക്കാവുന്നതാണ്.
അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ നാളെയുടെ നാമ്പുകളായ, നാളെയുടെ വാഗ്ദാനങ്ങളായ ഒരു പറ്റം ചെറുപ്പക്കാരുടെ ഹഠാത് അവരെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള, അല്ലെങ്കിൽ അവർ സ്വയം പരിചയപ്പെടുന്ന ആനപ്രേമി സംഘത്തിന്റെ ആവശ്യപ്രകാരം ഈ ക്ഷേത്രത്തിൽ അനുവദിച്ചിരിക്കുന്ന, ഉത്സവാഘോഷത്തിന് അനുവദിച്ചിരിക്കുന്നത് ഒരു ആനയാണ്. എന്നാൽ അവരുടെ ഒരു അഭ്യർത്ഥന, അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഈ പ്രാവശ്യം 3 ആനകൾ എഴുന്നള്ളിച്ചുകൊണ്ട് അമ്മയുടെ കലശത്തിന് ശേഷമുള്ള ഉത്സവം മോടി കൂട്ടണമെന്നുള്ള ആഗ്രഹം കലശ ഉത്സവാഘോഷ കമ്മിറ്റി പൂർണ്ണമായി ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നമ്മൾ നടത്തുകയും ചെയ്തു. ഏകദേശം അത് ശരിയാവുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസം ഞങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ സോഷ്യൽ ഫോറസ്ട്രിയുടെയും വൈൽഡ് ലൈഫിന്റെ എല്ലാം നിയമം വളരെ കർശനമാണ്. അതുകൊണ്ട് തന്നെ ഇതറിയുന്ന ചില വ്യക്തികൾ, ആളുകൾ ആരാ നമുക്കറിയില്ല, എന്നിരുന്നാലും നിരന്തരമായ പരാതികൾ ഈ വകുപ്പുകളിലേക്ക് അയക്കുകയും നമ്മൾ ഏൽപ്പിച്ച ആന ഉടമസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഒക്കെ തന്നെ അവരെ ഇവിടേക്ക് അവരുടെ ആനയെ അയക്കിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള അവസരം ഉണ്ടായി. ഇന്നലെ രാത്രി വരെ ഞങ്ങൾ അതിനുള്ള ശ്രമം നടത്തുകയും ബഹുമാന്യനായ MLA യുടെ അസാന്നിധ്യത്തിൽ പറയണ അദ്ദേഹം വരെ ഇതിലിടപെട്ട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും നിരന്തരമായ പരാതികൾ, ആ പരാതിയുടെ ഒന്നുകൊണ്ട് മാത്രം ആ സദുദ്യമത്തിൽ നിന്നും ഞങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു. ഇത് പറയുമ്പോൾ ആ ചെറുപ്പക്കാരുണ്ടാകുന്ന മനോവ്യഥയെക്കുറിച്ച് പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ നിങ്ങൾക്കുണ്ടായ ദുഃഖത്തിൽ നിങ്ങളോടൊപ്പം ചേരുക മാത്രമല്ല, ഒരു പടി കയറി പറഞ്ഞാൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ പിന്തള്ളില്ല. വരും കാലങ്ങളിൽ തീർച്ചയായും നമ്മൾ ഈ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ആഗ്രഹ പൂർത്തീകരണത്തിനായി നിങ്ങളുടെ ഈ ചെറുപ്പക്കാരുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവുമെന്ന് ഈ തരുണത്തിൽ അവർക്ക് വാക്കുകൊള്ളുകയാണ്. ആയതിനാൽ ആ മനോവ്യഥ മാറ്റിക്കൊണ്ട് അമ്മയുടെ ഉത്സവത്തിൽ ആ ചെറുപ്പക്കാരുടെ പൂർണ്ണമായ സാന്നിധ്യവും സഹകരണവും ഉണ്ട്. അത് ഒരു പടി കൂടെ മുകളിലേക്ക് പോകട്ടെ. ഇനി വരുന്ന സമയങ്ങളെല്ലാം തന്നെ ആ ചെറുപ്പക്കാരുടെ സാന്നിധ്യവും സഹകരണവും അച്ചടക്കത്തോടു കൂടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, അവരുടെ ഇൻവോൾവ്മെന്റ് എല്ലാം തന്നെ ഞങ്ങൾക്ക് ഈ കമ്മിറ്റിക്ക് ആവശ്യമാണ്. അതിനാൽ അത് പൂർണ്ണമായി ഉണ്ടാവണമെന്ന് അമ്മയുടെ അയ്യന്റെയും നാമത്തിൽ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ നീട്ടുന്നില്ല. ഇന്ന് സാംസ്കാരിക സമ്മേളനത്തിൽ ഇവിടെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ കലശം ഉത്സവാഘോഷ കമ്മിറ്റി ചെയർപേഴ്സൺ ഋഷികേഷ് കുമാർ അവർകളെ നിങ്ങളെല്ലാവരെയും സാന്നിധ്യത്തിൽ ഞാൻ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ക്ഷേത്ര സാമു രാജ അവരുടെ പേഴ്സണൽ സെക്രട്ടറിയായി സർവശ്രീ TR രാമവർമ്മ സർ, സാമുദ്രിയുടെ ലീഗൽ അഡ്വൈസർ ഗോവിന്ദ് ചന്ദ്രശേഖർ സർ, ഉദ്ഘാടകനായി ഇവിടെ എത്തി. തികച്ചും സാങ്കേതികമായ കാരണത്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ജാം പാക്കായി എന്നാ പറഞ്ഞത്. കൃത്യസമയത്ത് ഇവിടെ വന്ന് 25 മിനിറ്റാണ് അദ്ദേഹം നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തന്നത്. അതായത് 7:55 അദ്ദേഹം ഇവിടുന്ന് വിട്ടു പോകേണ്ടിയിരുന്നു. ആ രീതിയിലുള്ള ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം നമ്മൾ വളരെ ഭംഗിയായി നമ്മൾ പ്ലാൻ ചെയ്തു. അദ്ദേഹം വന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഈ ഇത്രയും കാലം ഇല്ലാത്ത അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടത്. ആ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനങ്ങൾക്കും അദ്ദേഹത്തിന്റെ വാഹനത്തിനും ഇവിടേക്ക് കടന്നു വരാനുള്ള വിഷമം കാരണം അഥവാ കടത്തി വിടുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന പൊതുജനങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഭക്തർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള വിഷമം പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഉദ്ഘാടകൻ എന്നുള്ളതിലുപരി ഭക്തജനങ്ങളുടെ വികാരത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം സ്വമേധയാ പിന്മാറി നമ്മളോട് ക്ഷമ പറഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്. കാരണം ഇതുപോലെ തന്നെ വളരെ അത്യാവശ്യമായ ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കേണ്ടതുകൊണ്ടും സമയത്തിന്റെ പരിമിതി പോലും തിരിച്ചു പോകാനുള്ള പ്രയാസം മുൻകൂട്ടി കണ്ടുകൊണ്ടുമാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മൾ ഇവിടെ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ അർത്ഥത്തോടു കൂടി തന്നെ ബഹുമാന്യനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി
ശ്രീമാൻ റിയാസ് അവറുകളെ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് നമ്മൾ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ MLA വള്ളിക്കുന്ന് നിയോജകമണ്ഡലം MLA അബ്ദുൽ ഹമീദ് സാറ് നമ്മുടെ മുഖ്യാതിഥിയായി എത്തേണ്ടതായിരുന്നു. അദ്ദേഹം ഇന്നലെ വന്നിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, അദ്ദേഹം ഇലക്ഷന്റെ വളരെ വലിയ തിരക്കിലാണ്. ഇന്നലെ വന്നു. അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ലോക്സഭാ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ സാറിന്റെ കൂടെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നമുക്ക് ഒരിക്കലും എന്താ പറയാ അനുഭവിക്കേണ്ടി വരില്ല. കാരണം നമ്മൾക്ക് ഏതെല്ലാം സമയങ്ങളിൽ നമ്മുടെ ഒരു MLA എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം നിർലോഭമായ സഹായ സഹകരണങ്ങൾ ചെയ്ത ആളാണ്, ചെയ്തുകൊണ്ടിരിക്കുന്ന. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഒരിക്കലും നമുക്ക് വേദനാജനകമല്ല. അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തിന് നമ്മൾ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തത് ഈ വേദിയിൽ വളരെ കാലത്തെ അവരുടെ സേവനം കൊണ്ട് മേക്കോട്ടെലമ്മയ്ക്കും അയ്യനും സമർപ്പണ മനോഭാവത്തിൽ സേവനം ചെയ്യുന്ന 3 മഹത് വ്യക്തികളാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്ര ഉത്സവാഘോഷ കമ്മിറ്റി അവരുടെ സേവനങ്ങൾക്ക് പണം കൊണ്ട് മറുപടി നൽകാൻ ഒരിക്കലും കഴിയില്ല. കാരണം അത്രയും വലിയ സേവനങ്ങളാണ് അവർ ചെയ്യുന്നത്. ശാരീരികമായും എല്ലാം തന്നെ ഒരിക്കലും വിലമതിക്കാത്ത രീതിയിലുള്ള സർവീസ് ഇത്രയും കാലം ചെയ്തു വന്ന 3 മഹത് വ്യക്തികളാണ് ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ ഉത്സവത്തിന് ആവശ്യമായ ശബ്ദവും വെളിച്ചവും ഇടതടവില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 മഹത് വ്യക്തികൾ. ഒന്ന് മാസ് ലൈറ്റ് ആൻഡ് സൗണ്ട്സിന്റെ ഉടമ സർവശ്രീ മൂക്കമ്പറമ്പത്ത് പ്രേമദാസൻ, നമ്മളെല്ലാവരും സ്നേഹത്തോട് വിളിക്കുന്ന പ്രേമേട്ടൻ. ബ്രെയിൻ സൗണ്ട്സിന്റെ സാരഥി, നമ്മളെല്ലാവരുടെയും പ്രിയങ്കരനായ മഹേന്ദ്രൻ. അതുപോലെ തന്നെ ആകാശ വിസ്മയം തീർത്തുകൊണ്ട് നമ്മളുടെ ഈ ഉത്സവത്തിന് ചാരുതയേകുന്ന CT അബൂബക്കർ ഹാജി. ഈ 3 മഹത് വ്യക്തികളെ ഇന്ന് നിങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് ഈ വേദിയിൽ നമ്മൾ ആദരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വേദിയിൽ നമ്മുടെ മിനിസ്റ്ററുടെ അഭാവത്തിൽ ആശംസ പറയേണ്ട ആളായിരുന്നു നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പോൾ അവരുടെ പ്രോട്ടോകോൾ പ്രകാരം അവര് നമ്മുടെ ഉദ്ഘാടകയാണ്. ശൈലി ടീച്ചറെയും സഹർഷം ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആശംസ പ്രസംഗികനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യനായ പ്രിയങ്കരനായ മലയംകുന്നത്ത് നാരായണൻ എന്ന് പറയുന്ന ഉണ്ണിയേട്ടൻ. അദ്ദേഹം ദേവകി മാനേജിംഗ് ട്രസ്റ്റി, ദേവകി മെമ്മോറിയൽ എഡ്യൂക്കേഷന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നമ്മുടെ സമീപവാസിയാണ്. അവയ്യന്റെയും അമ്മയുടെയും ഒരു തികഞ്ഞ ഭക്തനാണ്. അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ സാന്നിധ്യം, നിറസാന്നിധ്യം, ഈ പരിപാടിയുടെ എല്ലാം തന്നെ നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഉദയംകോട്ട് രാധാകൃഷ്ണേട്ടൻ. അതുപോലെ തന്നെ വ്യത്യസ്തമായ പദവികളിൽ കൂടെ ക്ഷേത്ര സംരക്ഷണയുടെ എപ്പോഴും ഒരു നെടുന്തൂണായി നിൽക്കുന്ന പീച്ചങ്കോളി മോഹൻദാസ് അവർകൾ. ഇവരുടെ സാന്നിധ്യം നമ്മൾ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സദയം ക്ഷണിക്കുകയാണ്. ഇതിലെല്ലാം ഉപരി ഈ ക്ഷേത്രത്തിന്റെ സാരഥി, ഈ ഉത്സവ ആഘോഷ അല്ലെങ്കിൽ കലശ ഉത്സവാഘോഷ സമിതിയുടെ ട്രഷറർ, അതിന്റെ മുന്നണി പോരാളി എന്ന് പറയാവുന്ന പ്രിയങ്കരനായ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ സർവശ്രീ സംഘമേഷ് വർമ്മ. കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഭക്തരെയും നാട്ടുകാരെയും ഒരിക്കൽ കൂടെ ഈ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു. ഈ സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു സ്വാഗത പ്രസംഗികൻ എടുക്കേണ്ട ഔചിത്യം ഞാൻ എടുത്തിട്ടില്ല. ബഹുമാന്യനായ, ക്ഷമിക്കണം, ഇവിടുത്തെ ഏറ്റവും പ്രധാനം വിട്ടുപോയത് ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു. നമ്മുടെ ബഹുമാന്യനായ സെക്രട്ടറി AP ഉണ്ണികൃഷ്ണേട്ടൻ. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. അദ്ദേഹം കഴിഞ്ഞ കാലത്തെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വരവ് റിപ്പോർട്ടുകൾ അവതരിപ്പിക്കുന്നതായിരിക്കും. അത് ആദ്യം വന്നതുകൊണ്ട് അധ്യക്ഷന്റെ മുകളിൽ വന്നുകൊണ്ട് വിട്ടുപോയതാണ്, മനഃപൂർവ്വമല്ല, ക്ഷമിക്കണം. അദ്ദേഹത്തെ കൂടെ ഞാൻ ഈ മുഖ്യ സാംസ്കാരിക സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഔചിത്യം കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്വാഗത പ്രാസംഗികൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു. വിശദമായ ഒരു വിവരം പറയാനുള്ളത് കൊണ്ടാണ് ഇത്ര സമയം എടുത്തത്. എന്തായാലും ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി യോഗം നിയന്ത്രിക്കാനായി ബഹുമാന്യനായ അധ്യക്ഷൻ ഋഷേഷ് കുമാറിനെ വിളിക്കുകയാണ്.